കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ചെന്താ? ആക്ഷേപം പറഞ്ഞവരെ ആക്ഷേപിച്ചു. ഇവിടെ അങ്ങനെയല്ല. പരാതി പറഞ്ഞപ്പോൾ അന്വേഷിച്ചു, ഒരു ഡോക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടു, പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, എല്ലായിടത്തും ചികിത്സാ പിഴവെന്ന് പറഞ്ഞിട്ട് എല്ലാ ഡോക്ടർമാരെയും സസ്പെൻഡ് ചെയ്താൽ പിന്നെ സർക്കാർ മേഖലയിലേക്ക് ഏതെങ്കിലും ഡോക്ടർ വരും? അപ്പുറത്ത് പ്രൈവറ്റിൽ ചെന്നാൽ ഇതിൻ്റെ 3 ഇരട്ടി ശമ്പളം. പക്ഷെ സർക്കാർ ആശുപത്രികളുള്ള താല്പര്യം കൊണ്ട് ഡോക്ടർമാർ വരുമ്പോൾ നിങ്ങളൊക്കെ രോഗികളെ കൊല്ലുന്നവരാണെന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ കഴിയും? അത് ശരിയല്ല. ചികിത്സാ പിഴവുകൾ കാണുമ്പോൾ പരിശോധിച്ച് അത് അന്വേഷണം നടത്തിയിട്ടാണ്. ഇപ്പോൾ DME-നെ അന്വേഷണം ഏൽപ്പിക്കും, അല്ലെങ്കിൽ മറ്റു ആശുപത്രിയിലാണെങ്കിൽ DHS ഉണ്ട്. ഇവരുടെയൊക്കെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കൂ. എന്ന് വിചാരിച്ച് വെള്ളം കുശുന്ന റിപ്പോർട്ട് കണ്ടാൽ തിരിച്ചറിയാം. നമ്മൾ കുറേ കാലം ഈ പണി തുടങ്ങിയിട്ട് അങ്ങനെയുള്ളത് വകവയ്ക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത്, സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിന് പരമാവധി ഫണ്ടുകൾ വിനിയോഗിക്കുക, 2 കഴിയുന്നത്ര ആക്ഷേപങ്ങൾ ഒഴിവാക്കുക. ഈ രോഗികളുടെ എണ്ണത്തിൽ ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ഒരു നല്ല രീതിയിൽ ചികിത്സ കിട്ടിയാൽ പിന്നെ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് വരവ് ഒഴിവാക്കാം. അപ്പം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് സമാധാനത്തോടെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും? മുറിവ് കെട്ടാനും ഡോക്ടർ, സർജറി നടത്താനും ഡോക്ടർ. അങ്ങനെ വന്നാൽ ഡോക്ടർമാരും മനുഷ്യരല്ലേ, ദൈവദൂതന്മാരല്ലല്ലോ.